അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറിയുടെ അടുത്ത പാട്ട് കേൾക്കാൻ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത കാര്യവും സഹായിച്ച കാര്യമൊക്കെ അല്ലേ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാവേ, എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് കറക്റ്റ് ഓർഡറിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ആ ഒരു ഓർമ്മയിലുള്ള ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ ഓർക്കുന്ന രീതിയിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ പറഞ്ഞില്ലേ, കാലിൽ എക്സസൈസ് അമിതമായിട്ട് ഭയങ്കരമായിട്ട് കാല് വലിക്കും നിവർത്തും ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കാലിൻ്റെ മുട്ടിന് ഭയങ്കര നീരെന്ന് വെച്ചാൽ മുട്ടങ്ങ് വളഞ്ഞ ഒരു വികൃതമായിപ്പോയി. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കരച്ചിൽ കേൾക്കാൻ പറ്റാതെ അമ്മ അങ്ങ് പോയി മാറി നിൽക്കുമായിരുന്നു. പിന്നീട് എൻ്റെ ഇടയ്ക്കൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്കങ്ങനെ പൈസ ഒന്നും ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം അവിടെ ഒരു വീടായിരുന്നു ഹോസ്പിറ്റലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ നമുക്ക് ഫുഡൊക്കെ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ആ ഫുഡൊക്കെ വെച്ച് തരാനായിട്ട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു അമ്മ ഉണ്ടായിരുന്നേ. ആ അമ്മ എന്നിട്ട് നിർത്തിപ്പോയ സമയത്ത് അവിടെ പിന്നെ ഫുഡ് വെച്ച് തരാനൊന്നും ആരും ഇല്ലാത്ത സമയത്ത് അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിൽക്കാം, അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടുമല്ലോ, ഒരു സാലറി കിട്ടുമല്ലോ, അത് ഈ ട്രീറ്റ്മെൻറ്റിന് തന്നെ എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അമ്മ തന്നെ അവിടെ കുക്ക് ചെയ്യാൻ നിന്നത്. അപ്പം എനിക്കും അമ്മയ്ക്കും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന 3 സ്റ്റാഫുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ട് അമ്മ കുക്ക് ചെയ്ത് എല്ലാത്തിനും വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കരച്ചിൽ ഇതും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ കിച്ചണിൽ പോയി അങ്ങനെ ജോലി എടുത്ത് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടറെ വിളിച്ച് സംസാരിച്ച് ഇതുപോലെ വേദനയായപ്പോൾ അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ വന്നിട്ട് അവരെ കുറച്ച് ഇതൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞു ഇത്ര ഇത് ചെയ്യേണ്ടത്. ഡോക്ടർ പിന്നെ മുട്ടയുടെ വെള്ളയും ചെന്നി നായകമൊക്കെ ഇല്ലേ, അതൊക്കെ പുരട്ടി തന്ന് അങ്ങനെ നീരൊക്കെ ഇതായി വലിഞ്ഞിട്ട് ഇനി ട്രീറ്റ്മെൻറ്റ്, അതായത് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അതുപോലെ അവിടെ ഈ പറഞ്ഞ പോലെ കിഴികളും കാര്യങ്ങളും ധാരയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് കുറവൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ചാർജായി അങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ അങ്ങനെ സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞിട്ട് നോട്ടൊക്കെ എഴുതിയെടുക്കും. പിന്നെ എക്സാമൊക്കെ ആയ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ എഴുതാനൊന്നും അങ്ങനെ പറ്റത്തില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് എക്സാമൊക്കെ എഴുതി അങ്ങനെയൊക്കെ ആണ് സ്കൂൾ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. കൂടുതലും അമ്മ ഇങ്ങനെ അപ്പം നമുക്കിങ്ങനെ കുഴമ്പും എണ്ണയൊക്കെ തരുമല്ലോ, ആ സമയത്ത് അതൊക്കെ തേച്ച് കുറച്ച് മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ. ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ടേബിളുകളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. ബാലരമ, കളിക്കുടുക്കയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ച് തന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അക്ഷരം വായിക്കാനും വാക്കുകൾ വായിക്കാനൊക്കെ പഠിച്ച് ആ ഒരു പഠനം. അങ്ങനെ പിന്നെയും ഇതുപോലെ അസുഖം കൂടും വേദനയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുക. ഇതായിരുന്നു ആ ഒരു ഇത്. കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ കുറയും കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പിന്നെ പോയ ഹോസ്പിറ്റലിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഏതാ പിന്നെ പോയെന്നുള്ള കാര്യം. പിന്നെ ആയുർവേദമാണെന്ന് തോന്നുന്നു പോയെന്ന് തോന്നും. ആയുർവേദത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് തിളച്ച കുഴമ്പ് ഒഴിക്കുക, എക്സസൈസ്, അങ്ങനെ കുറേ നാൾ അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി. പിന്നെ അവിടെ ഈ ഇത് വേണമായിരുന്നു, എന്തുവാ നമ്മുടെ അരി കഴുകുന്ന വെള്ളമില്ലേ, അടിവെള്ളമല്ലേ, അതിനകത്ത് എന്തോ മരുന്ന് കലക്കാനുണ്ടായിരുന്നു. അപ്പം അമ്മയും ഞാനും മാത്രമുള്ളൂ. അപ്പം അമ്മ എന്ത് ചെയ്യും, അടുത്ത ബെഡിൽ പറഞ്ഞേൽപ്പിച്ചിട്ട് അമ്മയാണെങ്കിൽ അവിടെ അടുത്തൊരു ഹോട്ടലുണ്ടല്ലോ, ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ പറയും മരുന്നിന് വേണ്ടിയിട്ടാന്ന് പറയും. അപ്പോൾ അവർ ബക്കറ്റ് കൊണ്ട് വെക്കുമ്പോൾ അവരതിനകത്ത് ഒഴിച്ചു വെക്കും. അങ്ങനെ പിന്നെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തപ്പം മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് ഇതായിപ്പോയി. കുറച്ച് കുറയും, കുറച്ച് കൂടും, പിന്നെയും കുറയും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളിയാമ്പറ്റത്ത് നിന്ന് പിന്നെ സ്ഥലമൊക്കെ വിറ്റിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്ഥലമൊക്കെ വിറ്റിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പോന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് മൂലമറ്റത്ത് വാടകയ്ക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്ഥലങ്ങളൊക്കെ വിട്ടിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അവരുടെ പേരൊന്നും കറക്റ്റായിട്ടൊന്നും ഓർക്കുന്നില്ല. എന്നാലും ഇപ്പം എനിക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജൊക്കെ അയക്കാറുണ്ട് കേട്ടോ, ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ എന്നിട്ട് നമ്മൾ മൂലവട്ടത്തേക്ക് താമസം വന്നു. അങ്ങനെ അപ്പം നമുക്ക് 600-700 രൂപയൊക്കെ
ഉള്ള എന്തുവാ റെൻ്റുള്ള സമയത്താണ്. അപ്പം നമുക്കത് വിഷയമില്ല. പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്നിട്ട് മൂലവട്ടത്തെ സ്കൂളിൽ എന്നെ ചേർത്തു. മൂലവട്ടത്തെ സ്കൂളിൽ ചേർത്ത സമയത്ത് ഈ പറഞ്ഞ നമ്മൾ അന്ന് പിന്നെ ബസ്സിനൊന്നും കൊണ്ടുപോകേണ്ട ദൂരമില്ലായിരുന്നു. ആ മൂലവട്ടത്തെ സ്കൂളിൽ ചേർത്തിട്ട് അതായത് 5ാം ക്ലാസ്സിലാണ്, 5ലല്ലോ 7ലാന്ന് തോന്നുന്നു. 7ലാണ് സെൻറ്റ് ജോർജിൽ കൊണ്ടുവന്ന് എന്നെ ചേർക്കുന്നത്. അപ്പം ഫ്ലോമിന എന്നാണ് ടീച്ചറിൻ്റെ പേര്. ഭയങ്കര സപ്പോർട്ട്. ടീച്ചറുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ടീച്ചറിനെ കഴിഞ്ഞിടെ പോയപ്പോഴൊക്കെ കാണും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത്. ടീച്ചർ ക്ലാസ് ടീച്ചറായിരുന്നു. ടീച്ചർ ഭയങ്കര സപ്പോർട്ട്. ഈ പുറത്തൊക്കെ കൊണ്ടുപോയി ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ടീച്ചറാണ് എന്നെ എടുത്തുകൊണ്ട് പുറത്ത് നിലത്തൊന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് കസേരയിലൊക്കെ എനിക്ക് വേണ്ടി കസേരയൊക്കെ എടുത്തിട്ട് പുറത്ത് പോയി ക്ലാസ്സൊക്കെ എടുക്കാൻ നേരത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഒരു തവണ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജൊക്കെ ആയി കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്ന സമയത്ത് 7ാം ക്ലാസ്സിലെ ഫോട്ടോ എടുക്കും. അപ്പോൾ ഫോട്ടോ എടുക്കും എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. അപ്പം അമ്മ ഇടയ്ക്ക് സ്കൂളിൽ അങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അമ്മ കൊണ്ടുപോയ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എന്നിട്ട് യാദൃച്ഛികമായിട്ട് തന്നെ ഗ്രൂപ്പ് ഫോട്ടോയിൽ എനിക്കിരിക്കാൻ പറ്റി. നിൽക്കാനൊന്നും പറ്റത്തില്ല, എടുത്തുകൊണ്ട് അമ്മ പോയി. അന്ന് ഓട്ടോയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്താട്ടോ. അങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഓരോരോ ആശുപത്രി കൂടെ മാറി 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 കൊണ്ടുപോയി നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 7ാം ക്ലാസ്സിൽ തന്നെ ആയപ്പോഴത്തേനും അമ്മ പറഞ്ഞു, 7ാം ക്ലാസ്സിലായപ്പോഴാണ് ഏറ്റവും കൂടുതൽ. ആ സമയത്ത് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അന്നേരം പിന്നെ അമ്മ പറഞ്ഞു ഒന്നുകൂടെ ഇരുത്താൻ. ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, ജയിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞില്ല, ഒരു വർഷം കൂടി ഇരുത്താൻ പറഞ്ഞു. കാരണം ആ ഒരു 7ാം ക്ലാസ്സിൽ മിക്കപ്പോഴും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അന്ന് 7ാം ക്ലാസ്സിൽ ഒരു വർഷം കൂടി ഇരുത്തി. ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അന്നും ഇന്നും എല്ലാം ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായി. ടീച്ചേഴ്സും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ആ സമയത്ത് ഇതുപോലെ ഓട്ടോയ്ക്ക് കൊണ്ടുവിടുകയൊക്കെ ചെയ്യുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തവണ ഇങ്ങനെ പറഞ്ഞു സ്കൂൾ വാനുണ്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ മണിക്കുട്ടെന്ന വാനിൻ്റെ പേര്. ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വാനുണ്ട്, ആളുടെ അടുത്ത് ഓണറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ചോദിച്ചു, അവരുടെ അടുത്ത് ഇങ്ങനെ പരിചയത്തിൽ പറഞ്ഞിട്ട് ചെന്ന് ചോദിച്ചു. അപ്പം ആ ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അടുത്ത് തെങ്ങാട്ടിലെ കുര്യാശൻ നട്ടോ ചേട്ടൻ്റെ പേര്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണെങ്കിൽ ഓർക്കണം കേട്ടോ. ഓനമ്മയും അതുപോലെ നോമ്പ ചേച്ചിയും അവരൊക്കെ ഉണ്ടായിരുന്നു സപ്പോർട്ടായിട്ട്. അപ്പോൾ അങ്ങനെ അവരുടെ വീട് സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ എന്നെ ഇങ്ങനെ സ്കൂളിൽ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കും. അതല്ലെങ്കിൽ ഇപ്പം ഉച്ചയ്ക്കൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ അമ്മ ഇടയ്ക്ക് വരും, അങ്ങനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അന്നൊന്നും സ്കൂളുകളിലൊന്നും യൂറോപ്യനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ വന്നായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നീടായപ്പോഴത്തേനും എല്ലായിടത്തും യൂറോപ്പിനൊക്കെ ആയല്ലോ. ആ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സ്കൂളിലും. അങ്ങനെ എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ച് ആ ചേട്ടൻ കൊണ്ടുപോകാം, വാനിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ചെന്ന് ആദ്യമായിട്ട് അമ്മ എന്നെ എടുത്തുകൊണ്ട് വാനെ കയറ്റി ഇരുത്തി. പിന്നീട് അങ്ങനെ കൊണ്ടുപോയ സമയത്താണ് അവരുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മയ്ക്ക് വീട്ടു ജോലി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അമ്മ പറഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ അടുത്ത് ജോലി തന്നെ, ആ വീട്ടിൽ തന്നെ ജോലി ചെയ്തിട്ട് രാവിലെ ഇപ്പം എൻ്റെ കൂടെ വരുമല്ലോ, വാനിന് എൻ്റെ കൂടെ എന്നെയും കൊണ്ട് ഒരുക്കി ഫുഡും എല്ലാം ഉണ്ടാക്കി പെറുക്കി എന്നെയും കൊണ്ട് സ്കൂളിൽ കൊണ്ട് ഇരുത്തിയിട്ട് നടന്ന് അവരുടെ വീട്ടിലേക്ക് പോയി ജോലി ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും, അതിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിക്കും. അപ്പോഴത്തേനും വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് വന്ന് ഇതാക്കിയിട്ട് തിരിച്ച് പോവും. അങ്ങോട്ട് തന്നെ പോകും. പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എന്നെ വീട്ടിലേക്ക് വാനിൽ തന്നെ കൊണ്ടുപോകും. ആ സമയത്തേക്ക് ചേട്ടൻ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ വെള്ളിയാമറ്റത്തിൽ തന്നെയായിരുന്നു പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ SLC പാസ്സായതിന് ശേഷം പിന്നെ ജോലിക്ക് പോയി. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ചിട്ട് ചേട്ടൻ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ അങ്ങനെ പോയി. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ആ ഒരു രീതിയിൽ അങ്ങ് പോയി. പിന്നെ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇരുത്തുന്ന. പിന്നെ 8ാം ക്ലാസ്സിലായപ്പോഴത്തേനും ഞാൻ
നമുക്കിങ്ങനെ എന്തുവാ പഠിപ്പിക്കാനും കൊണ്ടുപോകാനും ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പഠിപ്പിക്കണം എന്നുള്ള ഭയങ്കര ഇതുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് എനിക്ക് ഓർമ്മയും ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ പണ്ടത്തെ അത്ര ഓർമ്മ ഇതൊന്നുമില്ല. അപ്പം അങ്ങനെ പോയതിന് ശേഷം 8ാം ക്ലാസ്സിലായപ്പോഴത്തേനും ഹൈസ്കൂളായില്ല. അപ്പോഴത്തേനും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അന്നേരം നമ്മുടെ അറിയാവുന്നവർക്കറിയാം, നമ്മുടെ മൂലമറ്റത്ത് സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് ഓപ്പോസിറ്റാണ് നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ GVHSലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ എന്നെ കൊണ്ട് ചേർത്ത്. അപ്പോൾ എനിക്ക് വേറെ സ്കൂളും ഇതൊക്കെ ആയപ്പോഴത്തേനും പിന്നെ എനിക്കും പേടിയും ടെൻഷനൊക്കെ ആയി. എന്തുവാ വേറെ ഇങ്ങനെ പരിചയമുള്ള ആളൊന്നുമില്ല. 7ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പരിചയമാകും ഒക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എങ്ങനെയാകും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ ചേർത്ത് അത് അമ്മ ഇത് പറഞ്ഞ പോലെ തന്നെ പിന്നെ സ്കൂൾ ലൈഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേന് പിന്നെ നമ്മുടെ വീട് മാറിയായിരുന്നു. പിന്നെ വാടക വീട് മാറിയ സമയത്ത് പിന്നെ നമ്മൾ വാടകയ്ക്ക് മാറിയ വീട് നമ്മുടെ എന്തുവാ മെഴുകുന്നൊക്കെ പെരയായിരുന്നു കേട്ടോ. മെഴുകുന്ന പെര വാടകയ്ക്ക് തന്നെയായിരുന്നു അന്ന്. പിന്നെ 1500 രൂപയും കണ്ടൊക്കെ ആയിരുന്നു. മെഴുകുന്ന പെരയായിരുന്നു കേട്ടോ. കട്ട് ചെയ്തെല്ലാം ഹോളോ ബ്രിക്സിൻ്റെ ഒക്കെ തന്നെയായിരുന്നു, പക്ഷെ നിലം മാത്രം മെഴുകുന്നതായിരുന്നു. അങ്ങനെ എന്നിട്ട് അമ്മ ചാണകം എടുത്തുകൊണ്ടൊന്ന് മെഴുകി ഇട്ടിട്ട് അവിടെ താമസിക്കുന്നതൊക്കെ ഓർക്കുക. അപ്പം ബാത്റൂം പുറത്തായിരുന്നു. പിന്നെ ആ സമയത്ത് യൂറോപ്പ് ഞാൻ പറഞ്ഞല്ലോ അല്ലായിരുന്നു. അപ്പം സ്റ്റൂള് കിട്ടുമല്ലോ ഇങ്ങനെ ഹോളുള്ള, ആ ടൈപ്പ് സ്റ്റൂളൊക്കെ ഇട്ടിട്ടായിരുന്നു ബാത്റൂമിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ വെള്ളിയാമ്പറ്റത്ത് നമ്മൾ താമസിച്ചപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തു കേട്ടോ. വെള്ളിയാമ്പറ്റത്ത് നമ്മൾ താമസിച്ചപ്പോൾ എനിക്ക് ഈ പറഞ്ഞ അസുഖം കൂടുതലായിട്ട് തളർന്ന് കിടന്നായിരുന്നു. അപ്പം നമുക്ക് കട്ടിൽ ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിലത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നിലത്ത് കിടന്നതിൻ്റെ തലയുടെ ബാക്കിലായിട്ടൊരു മുഴ പോലെയൊക്കെ വന്നു. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എൻ്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയായിരുന്നു എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ക്ലർക്കായിട്ട് കുമളി എവിടെയായിരുന്നു മറന്നുപോയല്ലോ ഇപ്പം, ഒരു സ്ഥലത്ത് 6 മാസത്തേന് കിട്ടിയായിരുന്നു. അപ്പോൾ എന്നെ നോക്കാനായിട്ട് പിന്നെ ആരും ഇല്ലല്ലോ എന്ന് വെച്ചാൽ അമ്മ പോകാതെയൊക്കെ ഇരുന്ന് പിന്നെ അങ്ങനെ പോയി. അപ്പോൾ അമ്മയുടെ ചേച്ചിയാണ് വന്ന് നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അച്ഛൻ്റെ അമ്മ വരും. പിന്നെ ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടനും ആ സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടുമായിരുന്നു കേട്ടോ. ഫുഡ് വാരിത്തരാനും ഫുഡ് എടുത്തു തരാനൊക്കെ കൂടുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് കട്ടിൽ വാങ്ങിച്ചു. ആ സമയത്ത് പിന്നെ TV ഒക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ട് അന്നാണ് വായിക്കാൻ വേണ്ടി TV ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മുടെ വീട്ടിലെല്ലാവരും TV കാണാനൊക്കെ വരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഓർത്താട്ടോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താണ് പിന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മൂലമറ്റത്ത് താമസിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പനിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ പറഞ്ഞു എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മരുന്ന് ഇവിടെ തീർന്നു, എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞു വിട്ട്. അങ്ങനെ പറഞ്ഞു വിട്ട സമയത്ത് മെഡിക്കൽ കോളേജ് രാത്രിയിൽ നമ്മൾ ബസ്സിനാണ് വരുന്നത് കേട്ടോ. മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ICUയിലൊക്കെ കയറ്റി അപ്പോഴത്തേനും എനിക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പനി കൂടിയ സമയത്തെങ്ങാണ്ട് ചെസ്റ്റിന് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നതായിരുന്നു. പിന്നെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേനും തോന്നുന്നു അവർ എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ടെസ്റ്റ് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല. അവർ അപ്പോഴത്തേനും ആണെങ്കിൽ അവിടെ ബെഡൊന്നുമില്ല. വാർഡിലേക്ക് മാറ്റിയ സമയത്ത് അവിടെ ബെഡൊന്നുമില്ല. നമുക്കറിയാലോ ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോഴും ബെഡൊന്നുമില്ല. അന്നും ബെഡൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ രാത്രിയായി ഇപ്പം ഗ്ലൂക്കോസും കാര്യങ്ങളെല്ലാം ഇട്ടേക്കുമായിരുന്നു. അപ്പം വാർഡിൽ തന്നെ നിലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് നമ്മളന്ന് കിടന്നിട്ട് ആരെങ്കിലും ഡിസ്ചാർജായി പോകുന്നുണ്ടെങ്കിൽ ആ ബെഡ് ഫ്രീ ആയി കഴിയുമ്പോൾ ആ ബെഡിലോട്ട് കയറി കിടക്കണം. ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 ദിവസം നമ്മൾ അങ്ങനെ കിടന്നു. എന്നിട്ട് പിന്നെ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞപ്പം ഒരു ബെഡ് 2 പേര് വെച്ചൊക്കെ കിടക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരാൾ അങ്ങോട്ട് തലവെച്ച് കിടക്കുമ്പോൾ എന്നെ ഇപ്പുറത്തോട്ട് തലവെച്ച് കിടത്തി. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ കിടന്നു. പിന്നെ എല്ലാം ടെസ്റ്റുകളൊക്കെ നടത്തി റിസൾട്ട് എല്ലാം വരുമ്പോൾ കൂടുതൽ കുറവ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കേട്ടില്ലേ? ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ കേട്ടാലോ? അടുത്തതിൽ പറയാവേ.